അസ്സലാമലൈക്കും. ഇതേ ഐഷാടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാലാണിത്. അപ്പോൾ ഒരു സൂം ചെയ്ത് നോക്കിയാൽ കാണാം, ഒരു വരണത്, ഒരു തരം വരണ ആ തൊലിയുടെ ഉള്ളിൽ കൂടെ കയറിയിരിക്കണത്. അത് നമ്മളെ ഈ പൂച്ചയും പട്ടിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഉമിനീരിയിൽ ഉണ്ടാവുന്ന ഒരു വരണത്. അത് നമ്മളറിയാണ്ട് അത് നക്കിയ ആ ഉമിനീരിൽ കൂടെ നമ്മളുടെ ഈ നഖത്തിനോട് ചേർന്ന ഭാഗം ഭയങ്കര സെൻസിറ്റീവ് അല്ലേ തൊലി. അപ്പം അതിൽ ഈ വര കയറിയിട്ട് ഉള്ളിലിരുന്ന് വലുതാവുകയും ചെയ്യും, പെറ്റ് പെരുകയും ചെയ്യുന്നത്. ഈ കുട്ടിയുടെ കാലമില്ല നീര് വന്നിട്ട് ഉപ്പും വെള്ളവും ഇതൊക്കെ അവർ പിടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നീര് കൂടുതൽ വലുതായി. ഇത് കണ്ടപ്പോൾ അവർ വിചാരിച്ച് ഇത് വെയിൻ തടിച്ചതാണെന്ന് വിചാരിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറയേ, അപ്പോൾ ഒരാഴ്ച മുന്നങ്ങാണ്ടി കുട്ടിയുടെ ചെരുപ്പ് പട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് ഭയങ്കര ഇഷ്ടമുള്ള ചെരുപ്പാണ്. ചെരുപ്പ് കഴുകിയില്ല, കുട്ടി കഴുകാണ്ട് ഇട്ട് നടന്ന്. അപ്പം അങ്ങനെ സംഭവിച്ചാണിത്. ഇതിപ്പോൾ ഇനി അവർ സ്കാൻ ചെയ്യാൻ പോവാണ്. ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇത് കയറിയിട്ടുണ്ട് എന്ന് അറിയില്ല. പിന്നെ കാലിൻ്റെ അടിയിലായിട്ടും ഒരെണ്ണം കൂടി കാണുന്നുണ്ടെന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ വര നശിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എന്തോ ചെയ്യണതിന് പിന്നെ ഓപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ സ്കാൻ ചെയ്തിട്ട് വര നശിക്കാനുള്ള മരുന്നൊന്ന് കൊടുത്തിരിക്കണം കൊച്ചിന്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ പട്ടികളൊക്കെ കണ്ടമാനമുള്ളതല്ലേ നമ്മളുടെ മുറ്റത്തൊക്കെ. ഇപ്പോൾ പട്ടി ചെരുപ്പ് കടിച്ചാലും നമ്മൾ അറിയണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ അറിയും, ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കാട്ടാ. നമ്മളെ മക്കളെ ചെരുപ്പൊക്കെ കൂടുതലും മക്കളെ ചെരുപ്പ് കുറേ കിടക്കുന്നുണ്ടാവും മുറ്റത്ത്. എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ.